നമ്മൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവകാശങ്ങളെ കവർന്നെടുക്കുന്ന നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട്, വലിയ തോതിലുണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അതിനെ സംബന്ധിച്ച് ഫിസ്ക്കൽ ഫെഡറലിസത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ ഗവർണർ ആ ഭാഗം ഒഴിവാക്കി വായിച്ചു. നമ്മുടെ പൊളിറ്റിക്കൽ അഭിപ്രായം ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് അത് ഗവർണർ പറഞ്ഞാലും ഞങ്ങൾക്ക് ഇങ്ങനെ വ്യത്യാസം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് കൂട്ടിച്ചേർത്ത് ഞങ്ങൾ ഒറിജിനലായി കൊടുത്ത ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗം തന്നെ അംഗീകരിച്ചത്. തമിഴ്നാട്ടിലാണെങ്കിൽ അത്ര പോലും അതിനപ്പുറം ഗവർണർ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോയി എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഈ തരത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം പല സംസ്ഥാനങ്ങളിലുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് ഇന്ത്യയിലെ വാരിക്കോരി ലഭിക്കുന്ന സൗകര്യങ്ങൾ കിട്ടുന്ന സ്റ്റേറ്റുകളെക്കാളും മോശമാവാതെ അതിനേക്കാളും മെച്ചമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അതിശക്തമായിട്ട് ഇനിയും നമ്മുടെ സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകും. കാരണം നമുക്ക് പ്രഖ്യാപനങ്ങൾ മാത്രമല്ല വേണ്ടത്, ഇത് കൃത്യമായി സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത് അതാണ്. ശമ്പള പരിഷ്കരണം അടക്കം എല്ലാ കാര്യങ്ങളും നടന്നല്ലോ, അത് നടന്നിട്ട് തന്നെ കൊടുത്തു. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത് ജനങ്ങൾക്ക് വിശ്വസനീയമായ തരത്തിൽ ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഇനിയായാലും അതേ സമീപനമായിരിക്കും. ശരി, ഞാൻ ഈ ചോദ്യത്തിൻ്റെ അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ് അടുത്തതിലേക്ക് കടക്കുന്നതിന് മുമ്പ്. അത് വെച്ചാൽ ബജറ്റ് പ്രഖ്യാപനം വരുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നു. കാരണം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങൾക്ക് നേരിട്ട് അവരെ സ്പർശിക്കുന്ന സംഗതികൾ പ്രഖ്യാപിക്കുന്നു, നടപ്പിലാക്കുന്നു എന്നതിൽ താങ്കൾ അഭിമാനിക്കുകയാണ്. ആ നിലയ്ക്കുള്ള ട്രാക്ക് റെക്കോർഡ് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, അവസാനത്തെ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിലിപ്പോൾ ആളുകൾ ക്ഷേമ പെൻഷനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കാൻ പോകുന്ന ഡിസിഷൻ നയമാറ്റം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഉദ്യോഗത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സർപ്രൈസിംഗ് ആയിട്ടുള്ള, അങ്ങനെ വേഗത്തിൽ ആളുകൾക്ക് ഗുണഭോക്താക്കളെ സൃഷ്ടിക്കുന്ന സംഗതികൾ ഉണ്ടാവും. സ്പെസിഫിക് ആവേണ്ടതില്ല, പക്ഷേ ചില കാര്യങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പറയാണ് മന്ത്രി. ജനങ്ങൾക്ക് സന്തോഷകരമായ കുറച്ചുകൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ മേഖലയിലും തുടരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ബഡ്ജറ്റ് തന്നെയായിരിക്കും. ശരി, ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ നമ്മളോട് വലിയ തോതിലുള്ള സാമ്പത്തിക വിവേചനം കാണിക്കുന്നു, നമ്മുടെ കടമെടുപ്പ് പരിധി കുറയ്ക്കുന്നു, നമ്മൾ നിരന്തരമായി ഈ സാമ്പത്തിക വിവേചനത്തിൻ്റെ കാര്യത്തിൽ ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ കാര്യത്തിലെല്ലാം അവരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ പാതയിലാണ്. പക്ഷേ പരിഹാരമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഗവൺമെൻറ് നമ്മളോട് അങ്ങനെ നമ്മുടെ ഒരു സ്ഥിതി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അല്ല, യൂണിയൻ ഗവൺമെൻറ് എന്ന വസ്തുത, യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. പക്ഷേ താങ്കൾ ധനമന്ത്രിയായിരിക്കുന്ന കാലത്ത് കേരളം ആ നിലയ്ക്കുള്ള വലിയ പഞ്ഞം അനുഭവിച്ചില്ല എന്നതും ഒരു സംഗതിയായി കാണാം. അപ്പോൾ ആ ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്ന സംഗതി എന്തുമാത്രം വൃത്തിയായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കോൺഫിഡൻസ് ആണ് ഈ സർക്കാർ അവസാനിക്കുമ്പോൾ താങ്കളുടെ മുമ്പിലുള്ളത്. എനിക്ക് അത് പറയാൻ തോന്നുന്നു, ഇപ്പം കേരളം ഒരു പഞ്ഞവും ഇല്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും നിരക്കുള്ള വലിയ ദാരിദ്ര്യത്തിൻ്റെ വാർത്തകൾ കേൾക്കാതെയുള്ള ഉത്സവകാലങ്ങൾ കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾക്കെല്ലാം വേണ്ടത് പണമാണ്, അടിസ്ഥാനപരമായി പണമാണ് എല്ലാത്തിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു മൂലകേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ എന്ന നിലയ്ക്ക് ഈ സങ്കീർണതയുടെ കാലത്ത് ഈ വകുപ്പിനെ നയിച്ചതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്താണ് മിനിസ്റ്റർ? വളരെ ബുദ്ധിമുട്ടേറിയ കാലത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് കേന്ദ്രം കടമെടുപ്പ് പരിധി കുറയ്ക്കുമെന്ന് പറഞ്ഞത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതിപ്പോൾ ഈ ഫൈനൽ ലാപ്പിൽ എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു 1 ഡേ ക്രിക്കറ്റിൽ അവസാനത്തെ 3-4 ഓവറാണല്ലോ ഏറ്റവും പ്രധാനം. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ 5 വർഷക്കാലത്തിനിടയിൽ അവസാനം 3 മാസം കിട്ടാനുള്ള 12,000 കോടി അനുവദിക്കപ്പെട്ട പ്രതീക്ഷിച്ച തുകയിൽ നിന്ന് 6,000 കോടി കുറച്ചു. അത് സാധാരണഗതിയിൽ എല്ലാ കളി നിയമങ്ങൾക്കും വ്യത്യസ്തമാണ്. അതാണ് നമ്മൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത്. ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ, നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തോ? ക്ഷേമ പെൻഷൻ ഞങ്ങൾ നേരത്തെ തന്നെ അനൗൺസ് ചെയ്ത് കൊടുത്തു തുടങ്ങി. വർധന, ചെറിയ ബാധ്യതയല്ല, പുതിയ കാര്യങ്ങൾ അനൗൺസ് ചെയ്ത് ഇത് കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് അണ്ടർദാം എന്ന് ബൗളി എന്ന പോലെ പെട്ടെന്ന് ഈ സാധനങ്ങളാകെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യം വന്നു. എന്നിട്ട് ഞങ്ങൾ അതിൽ നിന്ന് കൂസാതെ ഇതെല്ലാം കൊടുക്കും. എന്നോട് പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ചോദിച്ചു, റണ്ണൗട്ട് ആവുമോ? ഞാൻ പറഞ്ഞു, റണ്ണൗട്ട് ആവില്ല. കാരണം ജനങ്ങളെ മുന്നേ നിർത്തിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വളരെ വലിയ സ്ട്രഗിളാണ്. സാധാരണഗതിയിലൊരു കേരളത്തിലെ ഇതുവരെയുള്ള ധനകാര്യമന്ത്രിമാരും ഗവൺമെൻറ്റുകളും അനുഭവിച്ചതിനേക്കാളും ഏറ്റവും വലിയ ശ്വാസം മുട്ടിക്കലാണ് നടന്നത്. ബോറോയിങ് ഒരു ഭാഗം മാത്രമാണ്, പക്ഷേ നമുക്കും ആസാമിനും ജാർഖണ്ഡിനും പിന്നെ അതുപോലെ ഒറീസയ്ക്കും ഒക്കെ ഒരേ പെർസെൻറ്റേജ് ആയിരുന്നു കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഡിവിസി പൂളിൽ, ഏകദേശം 3.5% കൂടുതൽ. അതിപ്പോൾ 1.9 കേരളത്തിന് മാത്രം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതേ തന്നെ തുടരുകയാണ്. ഒറീസ സംസ്ഥാനത്തിന് ഖനിജ വിഭവങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന റോയൽറ്റി 30,000 കോടി ഒരു വർഷം. ഈ അയണോറും കോളും ഉണ്ട് അവർക്ക്, കൽക്കരി ഖനികളൊക്കെ വലുതാണ്. അങ്ങനെയൊന്നും നമുക്കില്ല. എന്നിട്ടും നമ്മുടെ ഇങ്ങനെ കുറഞ്ഞു, ഇപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുറയ്ക്കുന്ന നമുക്ക് കിട്ടേണ്ട നികുതി വിഹിതം കുറഞ്ഞു, ടാക്സേഷൻ പവേഴ്സ് മൊത്തം GST വന്നതോടുകൂടി അങ്ങോട്ട് പോയി.
ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ വീഴാതെ പോവാണ്. ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. തമിഴ്നാട് നേരിടുന്നുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും അതുപോലെ തന്നെ തെലങ്കാന നേരിടുന്നുണ്ട്, ഹിമാചൽ പ്രദേശുണ്ട്. ഇത് ചില സ്ഥലങ്ങളിൽ ശമ്പളം മുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ആ സംസ്ഥാനങ്ങളിൽ ശമ്പളം മുടങ്ങിയിട്ടുണ്ട്, മറ്റാനുകൂല്യം മുടങ്ങിയിട്ടുണ്ട്, ആളുകളെ പുതുതായിട്ട് എടുക്കുന്നില്ല. ഇവിടെ ആളുകളെ PSCയിൽ എടുക്കുന്നുണ്ട്, ശമ്പളം ഇതുവരെ ബുദ്ധിമുട്ട് വരാതെ പോകുന്നുണ്ട് ഇതുവരെ. അപ്പോൾ ഇത്രയും വലിയ സ്ട്രഗിൾ വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി നേരിടേണ്ടി വരുന്നത്, ബുദ്ധിമുട്ടും എല്ലാം നേരിടേണ്ടി വരുന്നത് ധനകാര്യ വകുപ്പാണ് ഒന്നാമത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ചുമതലയുള്ള ആൾക്ക് അതിൻ്റെ ടെൻഷൻ എല്ലാം ഉണ്ടാവും.